വടകര പാർക്കോ ഇക്രയിൽ ഒരു ദിനം ഒരു സർജറി പദ്ധതി നിലവിൽ വന്നു. സാമ്പത്തിക പ്രയാസങ്ങൾ മൂലം ചികിത്സാ പ്രതിസന്ധി അനുഭവിക്കുന്നവർക്ക് സമാശ്വാസമായാണ് പദ്ധതി നിലവിൽ വന്നത്. സാമ്പത്തിക പ്രയാസങ്ങൾ മൂലം ചികിത്സാ പ്രതിസന്ധി അനുഭവിക്കുന്നവർക്ക് സമാശ്വാസമായാണ് വടകര പാർക്കോ ഇക്ര ഹോസ്പിറ്റലിൽ ഒരു ദിനം ഒരു സർജറി പദ്ധതി നിലവിൽ വന്നിരിക്കുന്നത്. അർഹമായ രോഗികൾക്ക് ഓരോ ദിവസവും ഒരു സർജറി വീതം സൗജന്യമായി ചെയ്തു കൊടുക്കുന്ന പദ്ധതിയാണിത്. കോഴിക്കോട് ഇക്ര ആശുപത്രി കേന്ദ്രീകരിച്ച് വിജയകരമായി നടത്തിവരുന്ന ഇമാദ് ചാരിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് വടകരയിലും ഈ സ്കീം നടപ്പിലാക്കുന്നത്. ആശുപത്രിയിൽ ലഭ്യമായ സങ്കീർണ ശസ്ത്രക്രിയകൾ അടക്കമുള്ള എല്ലാ ജീവൻ രക്ഷാ സർജറികളും ഈ സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉദാരമതികളുടെ സഹായവും കമ്പനികളുടെ CSR ഫണ്ടും ജനകീയ ഫണ്ട് ശേഖരണവും വഴിയാണ് ഇതിനാവശ്യമായ സാമ്പത്തിക പിൻബലം ഉറപ്പുവരുത്തുന്നത്. സ്കീമിനുള്ള അപേക്ഷകളിൽ കൃത്യമായ പരിശോധനയും പ്രാദേശിക അന്വേഷണവും നടത്തിയ ശേഷം മെഡിക്കൽ ടീം ഉൾപ്പെടുന്ന ചാരിറ്റി ബോർഡാണ് അർഹരെ തിരഞ്ഞെടുക്കുന്നത്. ജാതിമത പരിഗണനകളില്ലാതെ സുതാര്യമായ പ്രക്രിയയിലൂടെയാണ് അർഹത നിശ്ചയിക്കപ്പെടുകയെന്ന് ആശുപത്രി അധികൃതർ വടകരയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതിനായി പ്രൊഫഷണൽ സ്റ്റാഫുകൾക്ക് പുറമെ സന്നദ്ധ പ്രവർത്തകരുടെ പിന്തുണയും ഉറപ്പുവരുത്തും. നിലവിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റുകൾക്ക് പുറമെ ന്യൂറോ സർജറി, പീഡിയാട്രിക് സർജറി, സർജിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി തുടങ്ങിയ വിഭാഗങ്ങളിൽ ആശുപത്രിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗവും ക്രിട്ടിക്കൽ കെയർ വിഭാഗവും കൂടുതൽ സ്പെഷ്യലിസ്റ്റുകളെ ഉൾപ്പെടുത്തി വിപുലപ്പെടുത്തി സമീപഭാവിയിൽ തന്നെ വൃക്ക മാറ്റിവെക്കൽ, കരൾ മാറ്റിവെക്കൽ തുടങ്ങിയ ശസ്ത്രക്രിയകൾ ആരംഭിക്കാനുള്ള സജ്ജീകരണങ്ങളും ആശുപത്രിയിലുണ്ട്. രാജ്യത്ത് നിലവിലുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഇക്ര ആശുപത്രിയിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നത്. സാധാരണക്കാർക്ക് താങ്ങാവുന്ന ചിലവിൽ മികച്ച ചികിത്സ ലഭ്യമാക്കുക എന്ന ഇക്രയുടെ പ്രഖ്യാപിത ലക്ഷ്യം വടകര പാർക്കോ ഇക്രയിലും നടപ്പിലാക്കും. അതിന്റെ ഭാഗമായി നിരവധി ഇളവുകൾ പരിശോധനയിലും ചികിത്സയിലും നടപ്പിലാക്കിയിട്ടുണ്ടെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. ഒരു ദിനം ഒരു സർജറി തീർത്തും സൗജന്യമായി പ്രയാസപ്പെടുന്നവർക്ക് എന്നുള്ള ഒരു പ്രോജക്റ്റാണ്. നമുക്കറിയാലോ, ഏറ്റവും കൂടുതൽ മനുഷ്യൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ആരോഗ്യ മേഖലയിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഓപ്പറേഷൻ നമ്മൾ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറയുകയും അത് ഏറ്റവും അത്യാവശ്യമാണെന്ന് പറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാലും കാശില്ലാത്തത് കൊണ്ട് ഓപ്പറേഷൻ മുടങ്ങിപ്പോയ ആളുകൾക്ക് ജീവിതത്തിലേക്ക് തിരികെ വരാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സഹായമാണ് ഈ പറയപ്പെടുന്ന ഇമാദ് ചാരിറ്റി എന്ന പേരിൽ 2023 ഏപ്രിൽ മാസം മുതൽ ഇക്രയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ്. ഏകദേശം കഴിഞ്ഞ 8-9 മാസങ്ങളായി ഒരു ദിവസം ഒരു സർജറി എന്നുള്ള നിലയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള സർജറീസ് 250-ലധികം സർജറികളാണ് ഇതുവരേക്കും നടന്നിട്ടുള്ളത്. ഇത് സ്വാഭാവികമായിട്ടും ഇക്രയുടെ കയ്യിലുള്ള കാശ് എന്നതിനപ്പുറത്തേക്കായിക്കൊണ്ട് ഇക്രയിലെ സ്റ്റാഫുകൾ, അത് ഡോക്ടർമാർ മുതൽ ബാക്കി അത് സർജറി ചെയ്യുന്ന ഡോക്ടർ മുതൽ താഴെ ബാക്കിയുള്ള മുഴുവൻ സ്റ്റാഫ് അംഗങ്ങളും അവരുടെ കയ്യിലുള്ള അവരുടെ കപ്പാസിറ്റിയിലുള്ള ഒരു എമൗണ്ട് മാറ്റിവെച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനകളുടെയും പൊതുസമൂഹത്തിൻ്റെയും ഒക്കെ സൗകര്യത്തോട് കൂടിയിട്ട് അത് കളക്ട് ചെയ്തൊരു ഹ്യൂജ് എമൗണ്ടാണ്. കഴിഞ്ഞ 9 മാസം കൊണ്ട് 250-ലധികം സർജറി എന്നൊക്കെ പറയുമ്പോൾ വളരെ നമുക്കറിയാലോ ഓരോ സർജറിക്കും നമുക്ക് വേണ്ടി വരുന്ന ചിലവ്. അപ്പോൾ അത് വ്യത്യസ്തങ്ങളായിട്ടുള്ള അത് ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഉണ്ട്, ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട സംഗതികളുണ്ട്, അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സർജറീസ്. അത് അതേ അർത്ഥത്തിൽ തന്നെ ഈ പാർക്കോയിലേക്കും വടകര ആശുപത്രിയിലേക്ക് വരുന്ന ആളുകൾക്ക് കൂടി ആ സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ആലോചന. അപ്പോൾ സ്വാഭാവികമായിട്ടും ജാനുവരി 1 മുതൽ ആരംഭിച്ച ഈ പ്രോസസ്സിൽ നിലവിൽ 2 പേർക്ക്, ഒരു തലശ്ശേരി സ്വദേശിക്കും ഒരു വടകര സ്വദേശിക്കും ഈ ആനുകൂല്യം ഇവിടെ നിന്ന് ലഭ്യമാക്കി കഴിഞ്ഞു. ആരായാലും പ്രയാസം അനുഭവിക്കുന്ന അയാളുടെ പേരോ അയാളുടെ ബാക്കി സംഗതികളോ ഒന്നും പുറംലോകത്തേക്ക് എത്തിക്കാതെ ഇത്തരം ഒരു പ്രയാസം അനുഭവിക്കുന്ന ആളാണെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റേത് ആശുപത്രിയിൽ നിന്നും സർജറി പറഞ്ഞിട്ടുള്ള ആളാണെങ്കിൽ ഇവിടെ സജ്ജമായിട്ടുള്ള ഒരു സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ്, ഇവിടെ ഫുൾ ടൈം ഡെയിലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരികയും അപേക്ഷ കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പൊതുപ്രവർത്തകരുടെ സഹായത്തോടു കൂടി അവരുടെ ജെന്യൂനിറ്റി അന്വേഷിക്കുകയും തീർത്തും ജെന്യൂൻ ആണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം കൂടുന്ന മീറ്റിങ്ങിൽ വെച്ച് അവരുടെ സർജറിക്ക് ഒരു തീരുമാനമാവുകയും അതുവഴി ഈ പറയപ്പെടുന്ന നമ്മുടെ ആഗ്രഹപ്രകാരം ഇപ്പം നിലവിൽ ഇവിടെ ഉള്ള സൗകര്യം വെച്ചാൽ കാർഡിയാക് സൗകര്യം ഇവിടെ ഉണ്ട്, ആൻജിയോപ്ലാസ്റ്റിക്കുള്ള സൗകര്യമുണ്ട്, ഓർത്തോപെഡിക് സർജറി ഉണ്ട്, ഗൈനക് സർജറി ഉണ്ട്, ഒഫ്താല്, ENT, അതുപോലെ എന്തൊക്കെയാണോ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ആ സർജറീസ് മുഴുവൻ
പാവപ്പെട്ടവന് തീർത്തും നിവൃത്തിയില്ലാത്ത പാവപ്പെട്ട ആൾക്ക് ഒരു ദിനം ഒരു സർജറി എന്നുള്ള നിലയിൽ 365 ദിവസം 365 സർജറി, ഒരു നിലക്കും അതിൻ്റെ പേരിൽ ഒരു മുതലെടുപ്പോ മറ്റ് സംഗതികളോ ഒരു പബ്ലിസിറ്റിയോ ഒരു സംഗതിയോ ഒന്നുമില്ലാതെ ആ പ്രയാസപ്പെടുന്ന മനുഷ്യനെ അവനൊരു സൗകര്യം ചെയ്തു കൊടുത്ത് ജീവിതത്തിലേക്ക് അവനെ തിരികെ കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. ജനുവരി 1 മുതലാണ് പാർക്കോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ നടത്തിപ്പ് കോഴിക്കോട് ഇക്ര ആശുപത്രി ഏറ്റെടുത്തത്. സാങ്കേതിക തികവ് കൊണ്ട് കടത്തനാട്ടെ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ആശുപത്രി എന്ന നിലയിൽ പാർക്കോ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇക്രയുടെ അനുഭവ സേവന പാരമ്പര്യം കാരണമാവുമെന്ന് മാനേജ്മെന്റ് പ്രത്യാശിക്കുന്നു. ജനങ്ങൾക്കും അതിൻ്റെ ചുറ്റുമുള്ള നാട്ടിലെ ജനങ്ങൾക്കും ഇത്രയും നല്ല സൗകര്യങ്ങൾ എത്തിക്കാനുള്ള ഞങ്ങളുടെ ശ്രമം എത്രമാത്രം നമ്മൾ അതിനെ ഇതറിയില്ല. ആ ശ്രമം എന്ന് പറയുന്നത് നാട്ടുകാരുടെയും ബാക്കിയുള്ള ധാരാമതികളുടെയൊക്കെ ശ്രമത്തോടു കൂടി എത്തിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഈ മാനേജ്മെൻ്റ് ഉള്ളത്. വാർത്താസമ്മേളനത്തിൽ പാർക്കോ ഗ്രൂപ്പ് ചെയർമാൻ PP അബൂബക്കർ, ഇക്ര ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ PC അൻവർ, JDT ഇസ്ലാം കമ്മിറ്റി സെക്രട്ടറി ഡോക്ടർ V ഇദ്രീസ്, പാർക്കോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ദിൽഷാദ് ബാബു, മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ P നസീർ, JDT ഇസ്ലാം കമ്മിറ്റി ട്രഷറർ CA ഹാരിഫ്, ഇക്ര ഗ്രൂപ്പ് ജനറൽ മാനേജർ മുഹമ്മദ് ജസീൽ, മാനേജർ നൌഫൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. ബ്യൂട്ടിഫുൾ ഡിസൈൻ, അതല്ലേ നിങ്ങളിപ്പോ ചിന്തിച്ചത്? ഇതേ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജെംസ്റ്റോൺ ഫെസ്റ്റിവൽ കളക്ഷനാ. വിലയെ കുറിച്ചല്ലേ ചിന്തിച്ചത്? എല്ലാം മലബാർ ഡിസൈനും ഫെയർ പ്രൈസ് അഷുറൻസും കൂടാതെ ജെംസ്റ്റോണിന് ബൈബാക്ക് ഗ്യാരണ്ടിയും ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത് എന്താന്ന് ഞാൻ പറയട്ടെ. എനിക്ക് ഒരു ജ്വല്ലറി കൂടെ വാങ്ങി തരട്ടെ എന്നല്ലേ? Malabar Gemstone Jewelry Festival, a celebration of precious and uncut jewelry. Malabar Gold and Diamonds.